ഹലോ ആർമി, നിങ്ങൾക്കറിയാമോ ബിടിഎസിനെ ലോകം മുഴുവൻ നയിക്കുന്ന ലീഡർ ആരാണ്? അതെ, നമ്മുടെ ആരം. പക്ഷേ നാംജുൻ ആക്ച്വലി എങ്ങനെ ബിടിഎസിന്റെ ലീഡർ ആയി എന്ന് നിങ്ങൾക്കറിയാമോ? ആക്ച്വലി ബിടിഎസ് ഗ്രൂപ്പ് ഫോം ആകുന്നതിന് മുമ്പ് തന്നെ നാംജുൻ ബിഗ് ഹിറ്റ് കമ്പനിയിൽ ട്രെയിനി ആയിരുന്നു. നാംജുൻ ചെറുപ്പം മുതൽ തന്നെ റാപ്പിൽ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. സ്കൂൾ ഡേയ്സിൽ തന്നെ റാപ്പ് സോങ്സ് എഴുതുകയും അണ്ടർഗ്രൗണ്ട് റാപ്പറായി പെർഫോം ചെയ്യുകയും ചെയ്തിരുന്നു. നാംജുവിന്റെ റാപ്പ് ടാലന്റ് കണ്ടിട്ട് ബിഗ് ഹിറ്റ് ഫൗണ്ടറായ ബാങ് സി ഹുക്ക് അവനെ കമ്പനിയിലേക്ക് കൊണ്ടുവന്നു. ആ സമയത്ത് കമ്പനി പ്ലാൻ ചെയ്തത് ഹിപ്പ് ഹോപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാനായിരുന്നു. അതുകൊണ്ട് നാംജുൻ ആയിരുന്നു ആ ഗ്രൂപ്പിന്റെ മെയിൻ സെന്റർ. പിന്നീട് സ്ലോലി മറ്റു മെമ്പേഴ്സ് ജോയിൻ ചെയ്യാൻ തുടങ്ങി. ജിൻ, സുഗ, ജെഹോ, ജിമിൻ, വി ആൻഡ് ജംഗുക്ക്. ഇങ്ങനെ 7 മെമ്പേഴ്സായി ഗ്രൂപ്പ് കംപ്ലീറ്റ് ആയി. നാംജുനെ ലീഡറായി ആക്കാൻ ഒരു പ്രധാന കാരണം അവന്റെ പേഴ്സണാലിറ്റി തന്നെയാണ്. നാംജുൻ വളരെ കാമായി സംസാരിക്കുന്ന ആളാണ്. പ്രോബ്ലം വന്നാലും പാനിക്കാകാതെ ഹാൻഡിൽ ചെയ്യാൻ അവന് കഴിയും. മറ്റൊരു ഇമ്പോർട്ടന്റ് ആയ കാര്യം, നാംജുൻ ഇംഗ്ലീഷ് വളരെ നന്നായി രീതിയിൽ സംസാരിക്കും. ഇന്റർനാഷണൽ ഇന്റർവ്യൂസ്, അവാർഡ് ഷോസ്, ഫോറിൻ പരിപാടികൾ എല്ലായിടത്തും ബിടിഎസിനെ റെപ്രസെന്റ് ചെയ്യുന്നത് നാംജുൻ തന്നെയാണ്. മെമ്പേഴ്സ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇന്റർവ്യൂസില്, നാംജുൻ ഇല്ലായിരുന്നെങ്കിൽ ബിടിഎസ് ഇത്ര സ്ട്രോങ് ആയി നിൽക്കില്ലെന്ന്. അതിനാലാണ് ബിടിഎസ് ഡെബ്യൂട്ട് ചെയ്തപ്പോൾ കമ്പനിയും മെമ്പേഴ്സും ചേർന്ന് നാംജുനെ ലീഡറായി തിരഞ്ഞെടുത്തത്. ഇന്ന് ലോകത്ത് ഏറ്റവും ഫേമസ് ഗ്രൂപ്പുകളിൽ ഒന്നായ ബിടിഎസിന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് നാംജുൻ തന്നെയാണ്. ബിടിഎസ് മെമ്പേഴ്സ് ഓരോരുത്തരും നാംജുവിനെ ലീഡറായിട്ട് കാണാറില്ല. ശരിക്കും ഓരോരു ഫാദർ പോലെയാണ് അതിൽ പരിഗണിക്കുന്നത്. നമ്മൾക്ക് തന്നെ കാണാൻ കഴിയും, ഓരോ ഇന്റർവ്യൂസിലും ഓരോ ഇതിലും നമ്മുടെ നാംജു എന്ന് പറയുന്നത് നമ്മുടെ ബിടിഎസിന്റെ ഫാദറാണ്. പ്ലസ് നമ്മുടെ 6 മെമ്പേഴ്സും നാംജുവിന്റെ കുട്ടികളായിട്ടാണ് നാംജു പരിഗണിക്കുന്നത്. നമുക്ക് ഓരോ എവിടെയും കാണാൻ പറ്റും. പ്ലസ് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് അറിയിക്കുക.